തിരുവനന്തപുരം നെയ്യാറ്റിൻകര ചെങ്കൽ ഗവൺമെന്റ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ അന്വേഷണം. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. അതേസമയം നേഹയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വിവരങ്ങൾ വിനയ നൽകും. വിനയ, കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു. എങ്ങനെയാണിപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്? ലിബിഷ്, എന്തായാലും തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ചെങ്കൽ ഗവൺമെന്റ് യു.പി. സ്കൂളിലെ വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയാണ് ഈ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു ഈ ആഘോഷങ്ങൾക്കിടെ, ക്രിസ്മസ് ആഘോഷ പരിപാടികൾക്കിടെ വിദ്യാർത്ഥിക്ക് പാമ്പുകടി ഏറ്റിട്ടുണ്ടായിരുന്നത്. ഈ ക്ലാസ്സിൽ പാമ്പുണ്ടായിരുന്ന വിവരം അതുവരെ ആരും അറിഞ്ഞിരുന്നില്ല. പിന്നീട് പാമ്പുകടിയേറ്റതിനെ തുടർന്നാണ് ഈ പാമ്പ് ക്ലാസ്സിലുണ്ടായിരുന്ന വിവരമെല്ലാം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പാമ്പുകടി ഏറ്റ ഉടനെ തന്നെ കുട്ടിയെ ആശുപത്രിയിലേക്ക്, ഈ ജനറൽ ആശുപത്രിയിലേക്ക് മറ്റും മാറ്റിയിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു വാർത്തയാണ് എന്തായാലും പുറത്തു വരുന്നത്. അതേസമയം തന്നെ സ്കൂൾ പരിസരവും മറ്റും കാടും മൂടിയ ഒരു നിലയിലാണെന്ന ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഇത്തരത്തിൽ ഈ ഇഴജന്തുക്കളുടെ ശല്യമെല്ലാം രൂക്ഷമാണെന്നടക്കം തന്നെ നാട്ടുകാരടക്കം തന്നെ വ്യക്തമാക്കിയിരുന്നു. ഈ കാര്യമെല്ലാം തന്നെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാനാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ലിബീഷ്, ശരി വിനയ.